വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. മാഞ്ചസ്റ്റർ സിറ്റി ഒരു റീബിൽഡിലേക്ക് കിടക്കുകയാണ്. സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ബ്രൻഫോർഡായിട്ട് സിറ്റി 2 ഗോളിന് ജയിച്ചതിന് ശേഷം 2 ഗോൾ വഴങ്ങി സമനിലയായി. അപ്പോൾ ഇതൊന്നും കണ്ടു കാണാത്തൊരു കാര്യമാണെന്നുള്ള കാര്യം മുമ്പ് പലപ്പോഴും സിറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത വന്നത് പെപ്പിൻ്റെ പേഴ്സണൽ ഇഷ്യൂവിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം 30 വർഷമായിട്ട് മാരീഡ് ആയിരുന്നു. അപ്പോൾ അതൊരു ഡിവോഴ്സിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇറ്റ് വിൽ അഫക്റ്റ് എവരി വൺ. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും ഇപ്പോൾ എന്നെ പോലും പല സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള മാനേജേഴ്സിൻ്റെ അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എവറി വീക്ക് അല്ലെങ്കിൽ എവറി ഡേ ദേ ഹാവ് ടു ടേൺ അപ്പ്. അതല്ലാതെ അവർക്ക് വേറെ രക്ഷയില്ല. അപ്പോൾ അതാണ്, ഈവൻ ദോ അവർ ഭയങ്കരമായിട്ട് പൈസ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരെ പോലെയല്ല അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്, അവർക്ക് പെർഫോം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും അങ്ങോട്ട് കണക്കിലെടുക്കാറില്ല. അപ്പോൾ നമ്മൾ ട്യൂഷനിലെ കാര്യമൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ അദ്ദേഹത്തിനാണെങ്കിലും സക്സസ്സിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു ഡിവോഴ്സിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു റീസൺ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെയും ബാധിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെയാണ് കൈൽ വാക്കറിൻ്റെ കാര്യം. കൈൽ വാക്കർ ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം സിറ്റി വിടാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം പെപ്പ് ഗാർഡിയോള പറഞ്ഞിരുന്നു. അപ്പോൾ കൈൽ വാക്കറിനാണെങ്കിൽ ഒത്തിരി സ്ക്രൂട്ടിനി കിട്ടിക്കൊണ്ടിരുന്നൊരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് പുള്ളിക്കാരന് റോൾ മോഡലൊന്നുമല്ല. കാര്യം പുള്ളിക്കാരന് ഒരു വൈഫിൽ 4 മക്കളുണ്ട്, അതുകൂടാണ്ട് രഹസ്യബന്ധത്തിൽ 2 മക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, എസ്പെഷ്യലി സൺ പോലുള്ള മാധ്യമങ്ങൾ ആ ഒരു പേഴ്സണൽ ലൈഫൊക്കെ ഇങ്ങനെ ചൂഴ്ന്നെടുത്ത് അതുമായിട്ട് ഇങ്ങനെ വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൈൽ വാക്കറിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൈൽ വാക്കറിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്പീഡാണ്. അതിപ്പോഴും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം പലപ്പോഴും കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു പ്ലെയറിനെ പോലെയാണ് ഈ റീസണിലേക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിറ്റിയിലെ കരിയർ എന്തായാലും ഒരു അവസാനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പല സിറ്റി ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൈൽ വാക്കർ ക്ലബ്ബ് വിട്ട് പോകാമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന അവരുടെ സൈനിങ്സിനെയും കാര്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിറ്റി അബ്ദുൽ ഖാദർ കുസ്നോവ് എന്ന് പറഞ്ഞ 20 വയസ്സുള്ള ഉസ്ബെക്കിസ്ഥാൻ താരം ലെൻസിൽ നിന്ന് 40 മില്യൺ അവർ മേടിച്ചിരുന്നു. അപ്പോൾ ഭയങ്കര അഭിപ്രായമുള്ള പല വലിയ ക്ലബ്ബുകൾ നോട്ടം ഇട്ടുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 20 വയസ്സുള്ള ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡിഫൻഡറാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇടിവണ്ടിയാണ്. ഭയങ്കര ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അറ്റാക്കേഴ്സൊക്കെ ആയിട്ട് ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. മാത്രമല്ല ഭയങ്കര എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഡിഫെൻസീവ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ടാക്ലറാണ്. അതുപോലെ തന്നെ ഏരിയലി അടിപൊളി പ്ലെയറാണ്. പക്ഷേ ഓൺ ദി ബോളിലെ ഈ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ആ കാര്യങ്ങളാണ് വലിയ പിടിയില്ലാത്തത്. പൊസിഷനിൽ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം സിറ്റി പൊസിഷൻ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു ടീമാണ്. ആ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഡിഫെൻസീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മോൺസ്റ്ററാണ്. അപ്പോൾ വളരെ യങ് പ്ലെയറാണ്. 18 വയസ്സ് വരെ ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു. അതിന് ശേഷം ബെലാറൂസിലേക്ക് പോയി. അവിടുന്ന് 18 മാസം കൊണ്ട് പുള്ളിക്കാരൻ ലെൻസിലേക്ക് പോയി. അതും 100K എന്നുള്ളൊരു തുകയ്ക്കാണ് പോയത്. ഏതാണ്ട് ഇന്ത്യൻ രൂപ 1 കോടിക്ക് താഴെയുള്ളൂ. അപ്പോൾ ആ ഒരു തുകയ്ക്ക് ലെൻസിലേക്ക് പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ മാൻ സിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഉടനെ ഒരു ഭയങ്കര പെട്ടെന്നൊരു കരിയർ ഗ്രോത്താണ് ഈ കുസ്നോവിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുസ്നോവ് എന്താണ് സിറ്റിയിൽ വന്നതിന് ശേഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റർ ബാക്കിനെയും സിറ്റി സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് വിറ്റോർ റെയ്സ് എന്ന് പറഞ്ഞ പാൽമിറസിൻ്റെ സെൻറ്റർ ബാക്കാണ്. ബ്രസീലിയൻ 6 feet 1 പൊക്കമുള്ള വണ്ടർ കിഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ റയൽ മാഡ്രിഡിനും ആഴ്സണലിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയറായിരുന്നു. അതുപോലെ തന്നെ ബ്രൈറ്റൺ റീസെൻ്റ്ലി സൈൻ ചെയ്യാൻ നോക്കിയ ഒരു പ്ലെയറായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി സിറ്റിയാണ് ഇവനെ മേടിക്കാൻ പോകുന്നത്. 35 മില്യൺ എന്നുള്ള തുകയ്ക്കാണ് സിറ്റി എത്തിക്കാൻ പോകുന്നത്. ആക്ച്വലി പ്ലെയറിനെ കുറിച്ച് കാര്യമായിട്ടുള്ള വലിയ പിടിയൊന്നും ഇല്ല എന്നുള്ളതാണ്. പല ബ്രസീലിയൻ ലീഗ് കളിക്കുന്ന താരങ്ങളെക്കുറിച്ച് നമുക്ക് അത്രയധികം ഇൻഫോർമേഷനൊന്നും അവൈലബിൾ അല്ല. ഇപ്പം എന്തായാലും ഒരു വണ്ടർ കിഡായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു മാൻ സിറ്റി ഒരു ഫസ്റ്റ് ടീം സൈനിങ് എന്നുള്ള രീതിയിലാണ് എത്തിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ കണ്ടത്. പക്ഷേ മാൻ സിറ്റിയിലേക്ക് ടീനേജേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് പലപ്പോഴും അങ്ങനെ കാര്യമായിട്ട് ചാൻസിലൊന്നും കിട്ടാറില്ല. ഇപ്പോൾ ഫോർഡൻ ഒരു എക്സംഷനാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പാൽമറിൻ്റെ കേസ് എടുത്താലും മക്കറ്റിയുടെ കാര്യം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും അവരൊന്നും അത്രയധികം അവസരങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ എന്തായാലും റേസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരു ലോണിൽ വിടുമോ അതോ കണ്ടിന്യൂസ് ആയിട്ട് സിറ്റിയിൽ ഫസ്റ്റ് ടീമിലേക്ക് ചാൻസ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഒമാർ മൊർമൗഷിൻ്റെ കാര്യമാണ് ഇനി വരാൻ പോകുന്നൊരു സൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ആക്റ്റീവായിട്ട് സിറ്റി ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്.
മർമോഷിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഫോർവേഡാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാങ്ക്ഫർട്ടിന് മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ 2 ഗോളും 2 അസിസ്റ്റും നേടാൻ സാധിച്ചിരുന്നു. നമ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജോക്ക് ഓഫ് എ പ്ലെയർ എന്ന് പറയാം. ഇതുവരെ 17 മത്സരങ്ങളിൽ 15 ഗോളും 9 അസിസ്റ്റുമാണ് ഈ സീസണിലെ ലീഗിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ തീർച്ചയായും ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം, ഇത് ബുണ്ടസ് ലീഗയാണല്ലോ, ബുണ്ടസ് ലീഗ പ്ലെയർ ആണല്ലോ എന്നുള്ളൊരു ചോദ്യം വരാം. പക്ഷേ സിറ്റിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ, അവർ ബുണ്ടസ് ലീഗ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യം സിറ്റി ഫാൻസിനെ സംബന്ധിച്ചില്ല. കാരണം അടിപൊളിയാണ്. KDB, ഹാലൻഡ്, ഗുണ്ടോവൻ, സാനെ, അക്കാഞ്ചി, അങ്ങനെ അനവധി ബുണ്ടസ് ലീഗ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ട് ഹിറ്റായിട്ടുണ്ട്. പക്ഷേ മറ്റ് ക്ലബ്ബുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ബുണ്ടസ് ലീഗ ടാക്സ് എന്നുള്ളൊരു സാധനം വരാറുണ്ട്. പക്ഷേ സിറ്റിനെ സംബന്ധിച്ച് അത് ബാധിക്കുന്നത് കാണാറില്ല. അപ്പം എന്തായാലും ഒരു ജൂലിയൻ അൽവാരസ് റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും മർമോഷിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. മർമോഷ് ഏത് പൊസിഷനിലും കളിക്കുന്ന, ഫ്രണ്ട് 3-ൽ ഏത് പൊസിഷനിലും കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്. ഇപ്പം എന്തായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സൈനിങ് ആയിരിക്കും മർമോഷ് എന്ന് പറയാൻ പോകുന്നത്. സോ ഇപ്പം എന്തായാലും സമ്മറിലേക്ക് വന്നു കഴിയുമ്പോൾ പെപ്പ് വീണ്ടും ചെക്ക് ബാക്ക് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ കാര്യമായിട്ടുള്ള സ്പെൻഡിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സീസണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ FA കപ്പും ചാമ്പ്യൻസ് ലീഗുമാണ് റിയലിസ്റ്റിക്കലി നേടാൻ പറ്റുന്നൊരു കോമ്പറ്റീഷൻ. ഇപ്പോൾ ലീഗിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ മുമ്പിലുള്ള ടീമുകൾ കാര്യമായിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ സിറ്റിക്ക് രക്ഷയില്ല. അതുപോലെ തന്നെ സിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് FA കപ്പോ ചാമ്പ്യൻസ് ലീഗോ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സിറ്റിക്ക് ഈ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.